ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമവിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഇനി മുതൽ രാത്രി 10 മണിക്കായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിനകം അറിഞ്ഞു കാണും. ഇനി അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിഞ്ഞോട്ടെ എന്നോർത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനിയിപ്പം വരാനിരിക്കുന്ന കഥ എന്താണ്, ഇനിയിപ്പം തിങ്കളാഴ്ച മുതൽ എന്താണ് നടക്കാൻ പോവുക എന്നൊക്കെ അറിയണ്ടേ. അപ്പം ജനറൽ പ്രമയൊക്കെ വന്നതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് വന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു രാധികാമ്മ പിടിയിലാകൂല്ലോ എന്നൊക്കെ. പക്ഷേ അവിടെയും രാധികാമ്മ രക്ഷപ്പെട്ടിരിക്കുകയാണ്. രാധികാമ്മ മുൻകൂർ ജാമ്യം എന്നതുപോലെ നമ്മുടെ ഗോവിന്ദനോട് എല്ലാ കാര്യങ്ങളും പറയുകയും ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഗീതുവിൻ്റെ പ്ലാനുകൾ സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഇത്രമാത്രം കഷ്ടപ്പെട്ട് അത്ര എഫേർട്ട് എടുത്ത് ചെയ്താണ് ഇതൊക്കെ. അതൊക്കെ വെറും നിലവാരമില്ലാതെയായി പോകുന്നൊരവസ്ഥ ഉണ്ടാവുക. നമ്മുടെ ഗീതുവും അതുപോലെ അവർണികയും ഒക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തെടുത്തത്. പക്ഷെ അതിനൊന്നും ഒരു വിലയുണ്ടാകാതെ പോകുന്നു. നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്, വീണ്ടും നീ അമ്മേനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അമ്മ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അമ്മ ഇത് മുൻകൂട്ടി എന്നോട് പറഞ്ഞായിരുന്നു. സത്യത്തിൽ ഇപ്പം നിന്നെ രക്ഷിച്ചത് അമ്മയും കൂടിയാണ്. ഇതെല്ലാം കണ്ടുപിടിക്കാൻ സഹായിച്ചത് അമ്മയും കൂടിയാണ് എന്നുള്ള രീതിയിലായി നമ്മുടെ ഗോവിന്ദൻ്റെ വർത്താനം. ഇത് കേട്ടതും ചൊറിഞ്ഞു വരില്ല, ആർക്കാണെങ്കിലും ചൊറിഞ്ഞു വരില്ല. നമ്മുടെ ഗീതു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഉരുകി പോകുന്ന പോലെ ആയിപ്പോയി. രാധികയുടെ ചിരിയോ വല്ലാത്തൊരു ചിരി. രാധിക വല്ലാത്തൊരു ചിരിയോടുകൂടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം രാധിക ജയിച്ചു എന്ന ആ ഒരു ചിരി. അപ്പോഴേക്കും നമ്മുടെ ഗീതു പറയുന്നുണ്ട്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ എന്താ ഈ പറയുന്നത്? ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചതെന്നറിയാലോ. എന്നിട്ടിപ്പോൾ ഗീതു നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ കരുതുന്ന പോലെ ഒന്നും അല്ല അമ്മയ്ക്ക് അങ്ങനെയാകാൻ ഒരിക്കലും കഴിയില്ല ഗീതു. ഇനിയെങ്കിലും നീ അമ്മയുടെ ആ ഒരു ഇതൊന്നും മനസ്സിലാക്ക്. നിന്നെ ഈ വലിയ ട്രാപ്പിൽ നിന്നും രക്ഷിക്കാൻ അമ്മയും കൂടെയാണ് സഹായിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മതി നിർത്ത്, എനിക്കിനി ഒന്നും കേൾക്കണ്ട, എനിക്കിനി ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഏതായാലും കിഷോറിനൊരു ചെറിയ ചിരി. കിഷോറും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോറിനും അതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ കിഷോറിൻ്റെ ചീട്ട് വലിച്ചു കീറി അവർണിക നിൽക്കുകയാണ്. അങ്ങനെ അവർണിക ഇറങ്ങിപ്പോയി, ഗീതു ഇറങ്ങിപ്പോയി. പുറകെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. നമ്മുടെ വരുൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ സുവർണ ആയിക്കോട്ടെ, വരുൺ ആകപ്പാടെ പെട്ടൊരവസ്ഥയാണ്. പക്ഷേ രാധികാമ്മ ആ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ വരുണിന് എന്താ ഉണ്ടാകാൻ പോകുന്നത്? വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും രാധികാമ്മ വരുണിൻ്റെ കാര്യം പറഞ്ഞ് ഡീലാക്കുകയും ചെയ്യും. അപ്പം വരുണിനോട്, അതായത് ഇത് നമ്മുടെ വരുൺ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മുടെ വരുൺ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് വരുൺ ഇതൊക്കെ ചെയ്തത് എന്നും വരുത്തി രാധികാമ്മ തീർക്കുന്നുമുണ്ട്. ഏതായാലും നമ്മുടെ ഗീതു വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിന് വല്ലാത്തൊരവസ്ഥയായി പോയിട്ടോ. ഇതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. കാരണം ആ ഒരു നിമിഷം വരെ ഇവരുടെ പ്ലാനും പദ്ധതിക്കും ഒരു ഫ്ലോപ്പും ആയിട്ടില്ല. അങ്ങനെ രാധികാമ്മ ഗീതുവായിട്ട് മുഖാമുഖം സംസാരിക്കണം. രാധികാമ്മ പറഞ്ഞു, നീ എന്താടി വിചാരിച്ചത്? നിനക്ക് ഒരുമിച്ച് അങ്ങോട്ട് എല്ലാം നിനക്ക് ഇത്രയ്ക്ക് പെട്ടെന്ന് ഒരുമിച്ച് കീഴടക്കി പിടിച്ചു വെക്കാമെന്ന് നീ കരുതിയെങ്കിലേ അത് തെറ്റിപ്പോയി. ഈ രാധികാമ്മ ഇന്നും ഇന്നലെയൊന്നും അല്ലടി ഈ കളി തുടങ്ങിയത്. ഈ കളി തുടങ്ങിയിട്ട് ഒത്തിരി നാളായതാ. ഗോവിന്ദൻ എന്ന് പറയുന്ന ഇപ്പം നിൻ്റെ ഭർത്താവായ അവൻ എൻ്റെ കീഴിൽ നിൽപ്പുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരുപാട് കളികളുണ്ട്. അതൊക്കെ അറിയണമെങ്കിലേ മോളെ നീ കുറച്ച് പാടുപെടും. അതുമല്ല, നീയേ ഭദ്രൻ്റെ മോള്. അത് മനസ്സിലാക്കി വേണം നീ ജീവിക്കാൻ. നീ കരുതി ഈ ചീട്ട് കീറി ഇന്ന് തന്നെ എന്നെ അറയ്ക്കൽ തറവാട്ടിൽ നിന്നും വെളിയിലാക്കാന്നല്ലേ? എടി സത്യം പറഞ്ഞാലേ ഗോവിന്ദന് എന്നോടുള്ള സ്നേഹം കൂടി വരിക ചെയ്തേക്കുന്നത്, എന്നോടുള്ള വിശ്വാസം കൂടുക ചെയ്തേക്കുന്നത്. അതിൽ പല കാര്യങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള വെറും തേർഡ് റേറ്റ് പണിയുമായിട്ട് എൻ്റെ അടുത്ത് വരാൻ നിൽക്കരുത് ഗീതു. ഈ രാധികാമ്മ ആരാണെന്ന് ഈ ഗീതു അറിഞ്ഞിട്ടില്ല. നിൻ്റെ കളികൾക്കപ്പുറം കളികൾ അറിയാവുന്ന രാധികാമ്മയായി പറയുന്നത് എന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് രാധികാമ്മ അങ്ങ് പോയി കേട്ടോ. രാധികാമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതു വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണുള്ളത്. ഗീതുവിന് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ ഗീതു നേരെ അജാസിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അങ്ങനെ അജാസിനോട് പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഇതെന്താ ആരും ഒന്നും മനസ്സിലാക്കാത്തത്? എനിക്കറിയാം, സത്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ
അത് ഗോവിന്ദേട്ടനെ പറഞ്ഞ് ഞാൻ ഇനി എങ്ങനെ മനസ്സിലാക്കും? ഇത്രയൊക്കെ മുന്നിൽ കൊണ്ടുപോയി ഓരോ തെളിവുകൾ സഹിതം കാണിച്ചിട്ട് അത് ഗോവിന്ദേട്ടനെ അറിയാതെ പോകുമ്പോൾ പിന്നെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല അജാസെ എന്ന് പറയുമ്പോഴത്തേക്കും അജാസ് പറയുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ഗീതു മേഡത്തിനോട് പറയട്ടെ. എൻ്റെ പെങ്ങളാണ്, എൻ്റെ പെങ്ങളൂട്ടിയെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. ആ ഒരിതിൽ പറയുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി ഗോവിന്ദ് സാർ പറയുന്നത് പോലെ എല്ലാം ശരിയാണെങ്കിലോ, രാധികാമ്മയുടെ ഭാഗത്തും ശരിയുണ്ടെങ്കിലോ, നിർത്തുന്നുണ്ടോ? എനിക്കിനി അതിനെക്കുറിച്ചൊന്നും കേൾക്കണ്ട. ഇത് ഒന്നും രണ്ടും തവണയല്ല, 3-4 തവണയായി ഓരോ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് അങ്ങേയറ്റം വരെ എത്തും. കൂട്ടിമുട്ടാറാകുമ്പോൾ എല്ലാം പോകും, എല്ലാം മുടങ്ങിപ്പോകും. ഇതിനു പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട്, അതെനിക്കറിയാം. എൻ്റെ കൂടെ നിന്ന് ചതിക്കുകയാണോ അജാസെ എന്ന് അജാസിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, ഈ അജാസ് ഒരിക്കലും കൂടെ നിന്ന് ചതിക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ തല പോയി എന്ന് വന്നാലും ഈ അജാസ് ആ ചതി ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം ഗീതു പറഞ്ഞു, അല്ല ഒന്നും തോന്നരുത്, ഞാൻ എൻ്റെ വിഷമം കൊണ്ടങ്ങ് പറഞ്ഞു പോയതാ. എനിക്കറിയില്ല ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന്. ഇനിയിപ്പം ഒന്നും പറഞ്ഞാൽ ഗോവിന്ദേട്ടൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത്രയും വരെ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്നറിയാമോ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഒരു വശത്ത്. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ കിഷോറാണെങ്കിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ നിൽക്കുകയാണ്. ഇനിയിപ്പം അവർണികയ്ക്ക് നമ്മുടെ കിഷോറിനെ വേണ്ട. അവർണിക എഴുതി തള്ളി കിഷോറിനെ. അവർണികയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർണികയ്ക്ക് ഇനി കിഷോർ എന്ന ഭർത്താവിനെ ആവശ്യമില്ല എന്ന മട്ടിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ അവർണിക വിളിച്ചു പറയുന്നുണ്ട് അവർണികയുടെ ഡാഡിയോട്, ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഡാഡിയുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ്. എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ വയ്യ ഡാഡി എന്ന് പറയുന്നുണ്ട്. ഏതായാലും അവർണിക പോകുമോ, അവർണികനെ വിടുവോ വിടാതിരിക്കുകയോ, നമ്മുടെ ഗീതു ഉള്ളിടത്തോളം കാലം അവർണിക ഏതായാലും പെരുവഴിയിലാകാൻ പോകുന്നില്ല. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കിഷോറിനെ നല്ലത് പറയുന്നുണ്ട്. കിഷോറിൻ്റെ അമ്മയും പെങ്ങളും നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇനി എങ്ങനെയെങ്കിലും അവർണികയുടെ കൈയും കാലും പിടിച്ച് നിനക്ക് നിൽക്കാൻ പറ്റുമോ? എങ്കിൽ നീ നിൽക്ക്. ഇനി ഒരിക്കലും നിന്റെ കൂടെ കൂട്ട് നിൽക്കില്ല ഞങ്ങൾ. അവർണികയുടെ കൂടെ ഞങ്ങൾ ഇനി നിൽക്കത്തുള്ളൂ. അവളുടെ കൂടെ നിന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിലനിൽപ്പുണ്ടാകും. നീ പണത്തിനോട് ആക്രാന്തം കാണിച്ച് ഇതിപ്പം ഞാൻ നിന്റെ അമ്മയാണെന്ന് പറയാൻ വരെ എനിക്ക് തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥയെന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തുനിന്നും നമ്മുടെ കിഷോറിനെ പിന്തള്ളുകയാണ്. ഏതായാലും കിഷോറിന് പിന്നെ ആകെപ്പാടെ കൂട്ടുള്ളത് നമ്മുടെ ഭദ്രനാണെന്ന് വേണമെങ്കിൽ പറയാം. ഭദ്രനും കിഷോറും തമ്മിലൊരു ഡീലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഭദ്രൻ ഒരു പൊട്ടനെ ആയതും കൊണ്ട് തന്നെ കിഷോർ നമ്മുടെ ഭദ്രൻ്റെ അടുത്ത് പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ പഠിച്ചിട്ട് നമ്മുടെ കിഷോർ വീണ്ടും ഓരോ ക്രൂരതകൾ ചെയ്യാൻ ഒരുങ്ങുകയാണ് കേട്ടോ. ഇത്രയൊക്കെ എല്ലാം അറിഞ്ഞിട്ടും കേട്ടിട്ടും വീണ്ടും നമ്മുടെ കിഷോറിൻ്റെ വിചാരം, കിഷോർ ഇനിയും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഗീതുവിനെയും അതുപോലെ തന്നെ ഗീതുവിനെ കീഴ്പ്പെടുത്താൻ കഴിയും, അതുപോലെ തന്നെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആ ഒരു വിശ്വാസമാണ് വീണ്ടും കിഷോറിനുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സീന് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗീതുവും ഗോവിന്ദനും തന്നെയാണ്. അങ്ങനെ ഗീതു ഗോവിന്ദൻ്റെ മുന്നിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ പറയുന്നുണ്ട്, ഗീതു നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നീ ഈ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വെറുതെയാണ്. നീ ചുമ്മാ എഫേർട്ട് എടുത്ത് നീ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. രാധികാമ്മ ഒരിക്കലും എന്നെ ചതിക്കില്ല. രാധികാമ്മ എൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം ഗീതു. നീ എന്തിനാണ് വീണ്ടും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നീ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നീ അറിഞ്ഞാൽ ചിലപ്പോൾ നീ രാധികാമ്മയുടെ കൂടെ നിൽക്കുമെന്ന് പറയുമ്പോൾ ഇല്ല, ഒരിക്കലും ഞാൻ രാധികാമ്മയുടെ കൂടെ നിൽക്കില്ല. ആ സ്ത്രീ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ സ്ത്രീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും എനിക്കറിയാം. നിങ്ങളെ കൂട്ടുപിടിച്ച് നിൽക്കുന്നത് എന്തിനാണ് എന്ന് നന്നായിട്ട് അറിയാഞ്ഞിട്ട് തന്നെ ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് നിങ്ങളുടെ വേറൊരു അവകാശം വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എന്തോ എനിക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല മരണത്തിന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ നമ്മുടെ ഗോവിന്ദൻ തയ്യാറാവുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഗോവിന്ദൻ്റെ മുന്നിൽ അങ്ങോട്ട് നമ്മുടെ രാധികാമ്മ ഡ്രാമ കളിക്കുകയാണ് കേട്ടോ. അപ്പം രാധികാമ്മയാണെങ്കിൽ ഗീതുവിനെ കുറ്റപ്പെടുത്താതെ, അതായത് ഗോവിന്ദൻ്റെ മുന്നിൽ മാത്രമാണ്, ഗീതുവിൻ്റെ മുന്നിലല്ല, ഗോവിന്ദൻ്റെ മുന്നിൽ മാത്രം ഗീതുവിനെ കുറ്റപ്പെടുത്താതെ, ഏതായാലും മോളെ ഞാൻ അറിയാതെ പോയല്ലോ, ഈ അമ്മയോട് ക്ഷമിക്കും മോളെ എന്നൊക്കെ പറഞ്ഞങ്ങ് സ്നേഹിച്ച് കൊല്ലുകയാണ്. ഏതായാലും ഈ ഒരു ഡ്രാമ കളി അതേപടി നടക്കുമ്പോഴും നമ്മുടെ ഗീതു വേറെ ഒന്നുമല്ല, നമ്മുടെ ഗീതു ബോൾഡായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം ഗീതുവിന് കുറേ പകരങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പം ഗീതുവിന് പകരം ചോദിക്കാനെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമ്മുടെ ഗീതുവിനോടൊരു ചെറിയ വിശ്വാസം വന്നിട്ടുണ്ട് ഗോവിന്ദന്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഗീതുവിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, രാധികാമ്മയുടെ കാര്യത്തിലല്ല കേട്ടോ, ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ, അതായത് നമ്മുടെ വരുണിൻ്റെ കാര്യത്തിലായാലും ഏകദേശം ഏതാണ്ടൊക്കെ നമ്മുടെ ഗോവിന്ദന് മനസ്സിലായിട്ടുണ്ട്. രാധികാമ്മയുടെ ആ ഒരു കാര്യത്തിലും കൂടെ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ.
എങ്കിൽ പിന്നെ നമ്മുടെ ഗീതു ഇവിടെ അങ്ങോട്ട് സ്വർഗ്ഗലോകമാക്കി മാറ്റുക. കാരണം നമ്മുടെ സുവർണക്കിട്ട് ഒറ്റ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആരാണ്? നമ്മുടെ രേഖ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഒത്തിരി കാത്തിരുന്നു. അപ്പോൾ രേഖയ്ക്ക് കിട്ടിയൊരു അവസരം തന്നെയാണ്. അങ്ങനെ വരുണ് കുറ്റക്കാരനാണെന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാമല്ലോ, നമ്മുടെ ഗീതു പറയുന്ന കാര്യങ്ങൾ മാത്രമേ ആ വീട്ടിൽ നടക്കാമുള്ളൂ. ഞാൻ എന്തു പറയുന്നോ അത് നീ അനുസരിച്ചോണമെന്ന് പറഞ്ഞു. അവിടെ ഏതായാലും നമ്മുടെ ഗോവിന്ദൻ തടയാനൊന്നും ചെല്ലുന്നില്ല. കാരണം ഗോവിന്ദന് നന്നായിട്ട് അറിയാം ഒരിക്കലും നമ്മുടെ വരുൺ നന്നാവില്ല. വരുണാണ് കുറേ പ്ലാനുകളൊക്കെ ഉണ്ടാക്കി വരുത്തി വെച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാം ഗീതുവിന് വിട്ടുകൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീതു അടിച്ച് ഗീതു അല്ല, രേഖയെ കൊണ്ട് അടിച്ച് സുവർണയുടെ ചെപ്പക്കുറ്റിയുടെ ഷേപ്പ് മാറ്റുകയും നമ്മുടെ സുവർണേനെ അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സുവർണയുമായിട്ട് ഇനി നമ്മുടെ വരുണിന് ഒരു ബന്ധവും ഉണ്ടാവില്ല. അതേ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗീതു ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രേഖ ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഗീതുവിനോട്. എനിക്കറിയില്ല മോളെ ഗീതു, ഈ ബന്ധം എത്രത്തോളം സക്സസ് ആകുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വേറെ സ്ഥലമില്ല പോകാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം സഹിച്ച് ഈ വീട്ടിൽ നിന്നത്. പക്ഷേ എന്തോ നീ വന്നത് മുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. സത്യമായിട്ടും അതുവരെ ഒരിക്കലും സന്തോഷം എന്തെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതിലൊക്കെ ഉപരിയായിട്ട് നീ വന്നത് എനിക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ എൻ്റെ ഒരു കുഞ്ഞനിയത്തിയെ പോലെ തന്നെ നീ എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ചെയ്തില്ലേ. ഇപ്പം നീ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നില്ല. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. നിന്നോടും ഗോവിന്ദേട്ടനോടും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ രാധിക വരുണിനെ വിളിച്ചു വരുത്തുകയും വരുണിനോട് പറയുന്നുണ്ട്, നിന്റെ മണ്ടത്തരങ്ങൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. ഏകദേശം ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നിന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ പിന്നിലും, അതായത് സുവർണയും നീയും കൂടെ ചേർന്ന് ഗീതുവിനെ മനഃപൂർവ്വം ട്രാപ്പിലാക്കാൻ ശ്രമിച്ചതാണ് എന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നറിയാലോ. ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. ആ ഒരു അവസ്ഥ നീ ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ച് നിൽക്കണം. നമുക്കിനിയിപ്പം വേറെ ഒന്നുമല്ല നോക്കാനുള്ളത്, ഗീതുവിനെ തൃപ്തിപ്പെടുത്തുക. ഗീതുവിൻ പറയുന്ന കേൾക്കേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഏതായാലും കുറച്ച് നാൾ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുണിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഗീതുവിൻ്റെ മുന്നിലും രാധികാമ്മ ഡ്രാമ കളിക്കുകയാണ്. ഇനിയിപ്പം ഞാൻ ഒന്നും ചെയ്യില്ല, കാരണം എനിക്ക് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഡ്രാമ കളിക്കുന്നുണ്ട്. പക്ഷേ ഗീതുവിൻ്റെ മുന്നിൽ ഡ്രാമ കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഗീതു എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഒരു അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഗീതുവും ഗോവിന്ദും തമ്മിലുള്ള ബന്ധം അത് ദൃഢമായിട്ടേ ഉള്ളൂ. അതിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അവർ തമ്മിൽ പ്രണയം തുറന്നു പറയുന്നതൊക്കെ ഇനിയിപ്പം നമ്മൾ കാണണമെങ്കിൽ രാത്രി 10 മണി വരെ നോക്കിയിരിക്കേണ്ട ഒരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഇത് നമുക്കൊക്കെ അഡ്ജസ്റ്റ് ആകുന്ന സമയമല്ല. കാരണം 10 മണി എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ഒരിക്കലും എന്താ പറയുക, ഒരിക്കലും അങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇത്രയ്ക്ക് നല്ലൊരു കഥയായിരുന്നു. അത് 10 മണിക്ക് കൊണ്ടുവച്ചാൽ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏതായാലും നമ്മൾ കഥ തുടരും, കഥയിടും. നിങ്ങളെല്ലാവരും കാണുക എന്ന് പറയുകയല്ലാതെ നമുക്ക് വേറെ ഒരിതില്ലല്ലോ, ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ ഈ രാത്രി കാണത്തില്ലാത്തവർക്ക് പകലൊക്കെ നമുക്ക് ഷോ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ രാത്രി കാണാൻ പറ്റില്ലാത്തവർ പകൽ കാണുക. പിന്നെ നമ്മളെന്നും രാവിലെ കറക്റ്റ് എന്നും ഒരു 7:30-7:15 കൂടി നമ്മളിന്നും കറക്റ്റ് കഥ ഇടുന്നുണ്ട് രാവിലെ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി കാണാം. നമ്മളെന്നും ഫുൾ വിശേഷം ഡയലോഗ് സഹിതം വിടുന്നുണ്ട്. അപ്പോൾ ഈ 10 മണിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പേരും രാവിലെ കാണാൻ ശ്രമിക്കുമായിരിക്കാം. ഏതായാലും ഞാനുണ്ട്. ഞാൻ രാവിലെ എല്ലാ ദിവസവും ഇടുന്നതായിരിക്കും. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ, ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ എല്ലാ ദിവസവും ഇടുന്നതായിരിക്കും. കറക്റ്റ് 6:45 രേവതിയുടെയും സച്ചിയുടെയും കഥ, ഒരു 7:30 അല്ലെങ്കിൽ 7:15 അതിനിടയിലായിട്ട് നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.